എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2078 ദിവസത്തെ മലയാളം വിഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലോക മാതൃദിനമാണ്. അപ്പൊ എല്ലാവർക്കും അങ്ങനത്തെ കടമ തന്നെയുണ്ട്, ചരിത്രപരമായ കടമ തന്നെയുണ്ട്, അമ്മയെ ഒന്ന് അനുസ്മരിക്കുക എന്നുള്ളത്. അപ്പൊ അതിനായിട്ട് ദിനത്തിലേക്ക് നമ്മൾ എത്തി. എന്തായാലും വളരെ നല്ല കാര്യമാണ്. അപ്പൊ അനുസ്മരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പ്രാർത്ഥന എന്നല്ല പറയേണ്ടത്, ഓപ്പണിംഗ് ഗാനം എന്ന് പറയാം. അതിനായിട്ട് ഡോക്ടർ വിനീത ക്ഷണിക്കുന്നു. ഡോക്ടർ വിനീത, അൺമ്യൂട്ട് ചെയ്യാം. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ശ്രീ രൈമൻ തമ്പിയുടെ പ്രശസ്തമായിട്ടുള്ള താരാട്ടുപാട്ട് ഓമനത്തിങ്കൾ കിടാവോ, അതിന്റെ തുടക്കത്തിലുള്ള ചില വരികൾ മാത്രമാണ് ചൊല്ലുന്നത്. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളർ താമര പൂവോ, പൂവിൽ നിറഞ്ഞ മധുവോ, പരി പൂർണേന്ദു തന്റെ നിലാവോ, പുത്തൻ പവീഴ കൊടിയോ ചേറു തത്തകൾ കൊഞ്ചും മൊഴിയോ, ചാഞ്ചാടിയാടും മയിലോ, മൃദു പഞ്ചമം പാടും കുയിലോ, തുള്ളുമീളമാക്കിടാവോ ശോഭ കൊള്ളുന്നോരന്നക്കൊടിയോ, ഈശ്വരൻ തന്ന നിധിയോ, പരമേശ്വരിയേന്തും കിളിയോ. വളരെ നന്ദി. ഈ പാട്ടിന്റെ ഇഫക്റ്റ് പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ ശ്രീകുമാരൻ തമ്പി എഴുതിയ പോലെ സമയമാം നദി പുറകോട്ടൊഴുകി സംഭവ മലരുകൾ വിരിഞ്ഞു വീണ്ടും നമ്മളൊരു 50, 60, 70 വർഷം പുറമോട്ട് പോയി നോക്കി കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ ഈ പാട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. വളരെ മനോഹരമായിട്ട് പാടി. ഈ ഒരു പാട്ടുണ്ടല്ലോ, എന്നെ തപം ചെയ്തിടി യശോദ എന്ന് പറയും. അതുപോലെ ഈ പാട്ട് കേൾക്കാൻ നമുക്ക് എന്ത് ഭാഗ്യം ചെയ്തെന്ന് പറയേണ്ടി വരും. വളരെ മനോഹരമായിരുന്നു. ഇനി സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ ശൈല ക്ഷണിക്കും. ഡോക്ടർ ശൈല, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ലോക മാതൃദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രോഗ്രാമാണ് ഇന്ന് മലയാളം വിഭാഗത്തിൽ സൂം പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത്. ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മോടൊപ്പം എത്തുന്നത് ഗൗരി പൂയം തിരുനാൾ ഗൗരി ഫായി തമ്പുരാട്ടിയാണ്. തമ്പുരാട്ടി നമ്മോടൊപ്പം നേരത്തെയും പല പ്രോഗ്രാമുകളിലും വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഉദ്ഘാടകയായാണ് എത്തുന്നത്. ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ആദരവോടെയും തമ്പുരാട്ടിയെ നമ്മൾ IFPHന് വേണ്ടി നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ പ്രോഗ്രാമിൽ അമ്മയെ അനുസ്മരിക്കാനായി എത്തുന്നത് നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സേട്ട് സാർ, കൂടാതെ നമ്മുടെ ഹോമിയോപ്പതി സ്നേഹി കൂടിയായ ഏറ്റവും ബഹുമാന്യനായ ശ്രീ പരീത് ബാവ ഖാൻ സാർ, അതുപോലെ ഭാഗ്യലക്ഷ്മി മാഡം, നമ്മുടെ പ്രിയകരിയായ സൂമിന്റെ അമ്മ മാദേവി അമ്പാടിയമ്മ, എല്ലാവരെയും ഇവർ 4 പേരെയും വളരെ സ്നേഹപൂർവ്വവും ആദരവോടെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ പ്രോഗ്രാമിൽ നന്ദി പറയുവാനായി എത്തുന്നത് ഡോക്ടർ അജിനി മാളിയേക്കലാണ്. ഡോക്ടറെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് വേണ്ടി ഉജ്ജ്വലമായ ഒരു പ്രാർത്ഥനയല്ല തുടക്ക ഗാനം ആലപിച്ച ഡോക്ടർ വിനീതയെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മനോജ് ഡോക്ടർ ഇന്നും വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ ആവശ്യമായ ഒരു പ്രോഗ്രാമുമായിട്ടാണ് ഡോക്ടർ ഇന്നും എത്തിയിരിക്കുന്നത്. മനോജ് ഡോക്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ പല വിശേഷാൽ ദിവസങ്ങളും ഓർക്കുന്നു. ചിലപ്പോൾ ഈ ദിവസം തന്നെ ചിലപ്പോൾ കുറച്ചുപേരെങ്കിലും ഓർക്കാതെ വിട്ടുപോകും. എന്തായാലും അതിനും ഇടയാക്കിയ ഡോക്ടർ മനോജിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
കൂടാതെ നമ്മുടെ ഓഡിയൻസായി എത്തിയിട്ടുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ ഡോക്ടർമാർ, ഹോമിയോപ്പതി സ്നേഹികൾ, സ്റ്റുഡൻസ് എല്ലാവരെയും തന്നെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ഡോക്ടർ ഷൈല. ഇനി അടുത്തത് ഉദ്ഘാടന പ്രസംഗമാണ്. അതിലേക്കായിട്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഗൗരിഭായ് പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് തമ്പുരാട്ടി എത്തുന്നു ഓൺലൈനായിട്ട്. അപ്പൊ അതിനി നമുക്ക് അങ്ങനെ ഒരു ലാലിസം നടത്തണം. ഓഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഓഡിയോ ഡോക്ടർ പ്ലേ ചെയ്യോ? എന്നാൽ ആ കേൾക്കുന്നു, ഇടയ്ക്ക് കേട്ടല്ലോ. ഹോമിയോപ്പതി അസോസിയേഷനിലെ സുഹൃത്തുക്കൾ വീണ്ടും ഒരിക്കൽ കാണാൻ സാധിച്ചത് എനിക്ക് സന്തോഷം. പലതവണ ഓൺലൈനായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്നാലും എനിക്ക് തോന്നലുണ്ട് ഇതൊരു വലിയ കൂട്ടുകുടുംബത്തിന്റെ ഭാഗത്തിനോട് സംസാരിക്കുന്നത് പോലെ. ഇന്ന് ഡോക്ടർ ഭാഗ്യലക്ഷ്മി എന്നോട് പറഞ്ഞു മാതൃദിനം, അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഈ മാതൃദിനത്തിനോട് എതിർപ്പുള്ള ഒരാളാണ്. വേർന്നുകൊണ്ടല്ല, നമ്മുടെ ഭാരതീയ സംസ്കാര പ്രകാരം അമ്മയൊക്കെ എന്തോ മദർസ് ബി സെലിബ്രേറ്റഡ് എവരി ഡേ. അല്ലാതെ ഈ ആണ്ടിൽ ഒരു ദിവസത്തേക്ക് നമ്മൾ ഒഴിഞ്ഞു വെച്ച് അന്ന് അമ്മയെ ഡിന്നറിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു, ഇത് ആ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഒരു ഏർപ്പാടാണല്ലോ. അച്ഛനൊരു ദിവസം, അമ്മയ്ക്കൊരു ദിവസം, ഇങ്ങനെ പല ആളുകൾ, ടീച്ചർ, ഗുരുവിനൊരു ദിവസം. ഇതൊന്നും നമുക്കില്ല. മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അച്ഛനെയും അമ്മയും നമുക്ക് 2 വാക്ക് പറഞ്ഞു തന്ന ഗുരുവിനെ, അത് ദൈവം പറഞ്ഞിരിക്കുന്ന എന്നെക്കാട്ടിലും മുകളിൽ അവരെ നിങ്ങൾ ആദരിക്കണം. അപ്പൊ ആ ഒരു മുഖവര വെച്ചോണ്ട് ബാക്കി തുടക്കം. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഈ മാതൃരൂപം എന്ന് പറയുന്നത് 3ആണ്. ഒന്ന്, നമ്മളെ 9 മാസം ചുമന്ന് നൊന്ത് പെറ്റ് രാത്രി ഉറക്കൊഴിഞ്ഞ് നമ്മളെ സംരക്ഷിച്ച അങ്ങനെയുള്ള അമ്മ, അതായത് നമ്മുടെ ബേർത്ത് മദർ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന് പറഞ്ഞ് സാക്ഷാൽ ദൈവികമായിട്ടുള്ള മാതൃരൂപം, ലക്ഷ്മി, സരസ്വതി, ദുർഗ, അങ്ങനത്തെ. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു മാതൃരൂപം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒന്നുണ്ട്. അതായത് നമ്മുടെ ഭൂമി, ദി ഏർത്ത് മദർ. ഈ ഏർത്ത് മദർ എന്ന് പറയുന്നത് നമ്മൾ എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തിട്ടും നമ്മളെ ഇതാ താങ്ങിയെടുത്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതെല്ലാം നമുക്ക് തരുന്നു ആ ഒരമ്മ. നമ്മൾ വെട്ടി, കുത്തി, ചവിട്ടി, ഓരോ വൃത്തകളുടെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു. ഇതൊക്കെ ആയിട്ടും സഹനശക്തിയോടെ സർവം സഹ വസുമതി വസുപൂർവി വസുധര എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. സർവം സഹയാണ് നാം. അപ്പൊ ആ അമ്മയെ നമ്മള് ഓർത്ത് പരിപാലിക്കേണ്ട അത്യാവശ്യമാണ്. അതാണ് ഇന്ന് ക്ലൈമറ്റ് ചേഞ്ച്, എൻവയറമെന്റ്, പ്രകൃതി സംരക്ഷണം, ഇതൊക്കെ പറയുന്നത്. അപ്പൊ അന്നൊക്കെ കുട്ടികളായിരുന്നപ്പോ ആദ്യം നമ്മള് കണ്ണു തുറന്നു കഴിഞ്ഞാല് തറയില് ഭൂമി തൊട്ട് കണ്ണി വെച്ചിട്ടാണ് കട്ടിലിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നത്. അതിനൊരു കൊച്ചു ശ്ലോകമുണ്ട്. സമുദ്രവസനേ ദേവി പർവ്വത സ്തനമണ്ഡിതേ ഹരിപ്രിയേ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ് ആ ഭൂമിയെ തൊട്ട് വന്ദിച്ചിട്ടാണ് നമ്മള് എണീറ്റ് അന്നത്തെ ദിവസം തുടങ്ങുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മള് ഒന്നിനോ മറന്നു അല്ലെങ്കിൽ അവഗണിച്ചു. ഇന്റർനാഷണൽ ആയിട്ടുള്ള എക്സ്പോഷർ വന്നപ്പോ നമുക്ക് പലതും വെള്ളക്കാരന്റെ അവരുടെ സംസ്കാരം നമ്മൾ സ്വീകരിച്ചു. നല്ല കാര്യങ്ങൾ സ്വീകരിക്കാം, തീർച്ചയായിട്ടും ചെയ്യണം, വേണ്ടാന്ന് ഞാൻ പറയും. പക്ഷെ നമ്മുടെ ആ ഉറച്ചു നിൽക്കുന്ന അടിത്തറ, ഫൗണ്ടേഷൻ ഓഫ് അവർ ഫെയ്ത്ത്, അവർ ലൈഫ്, നമ്മുടെ ആ ഭാരതീയ സംസ്കാരത്തിന്റെ, അത് മറക്കരുത് എന്നൊരു ചെറിയ അഭ്യർത്ഥന കൂടെ ഈ അവസരത്തിൽ ഞാൻ നടത്തുന്നു. ഡോക്ടർ പറഞ്ഞു സ്വന്തം അമ്മയെ പറ്റി എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടെങ്കിൽ പറയാനായിട്ട്. അപ്പൊ എന്റെ അമ്മ വളരെ സ്ട്രിക്റ്റ് ആണ്. അമ്മയ്ക്ക് എല്ലാം വളരെ കണിശമാണ്, മണിക്കണക്കാണ്. അപ്പൊ അമ്മയുടെ അടുത്ത് അങ്ങനെ അത്ര എളുപ്പത്തില്ല
തോന്നിവാസം ഒന്നും കാണിക്കാൻ പറ്റില്ല. അതൊക്കെ വേണമെങ്കിൽ അമ്മാവിന്റെ അടുത്തോ അമ്മൂമ്മയുടെ അടുത്തോ ഒക്കെ പോകണം. ആഹാരം ഇത്ര മണിക്കെന്ന് പറഞ്ഞാൽ ആ സമയത്ത് വന്നോണം. എന്താ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് കഴിച്ചോണം. അത് ഇഷ്ടമല്ലെങ്കിൽ എടുക്കണ്ട, പക്ഷെ എടുത്തത് മുതൽ എടുക്കണം. അല്ലാതെ ഇന്നത്തെ മാതിരി ആരും ചോദിക്കുന്നില്ല എന്ത് വേണം കുഞ്ഞെ ഉടനെ, അല്ലെങ്കിൽ ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഓർഡർ ചെയ്ത് കഴിഞ്ഞു, ഫോണിൽ വിളിച്ച് പാർസലിൽ ഇങ്ങനെ വരിക. അന്നത്തെ കാലത്ത് ആ ഏർപ്പാടുകളൊന്നും ഇല്ല. എന്തോന്ന് ആഹാരം കൊണ്ടുവച്ചു, അതിന് ഇഷ്ടമുള്ളത് വിളമ്പുക, ഇഷ്ടമുള്ളത് കഴിക്കുക. പിന്നെ അമ്മയ്ക്ക് സമയത്തിന് വളരെ കൃത്യനിഷ്ഠയുള്ള കാലത്തെ ഇപ്പോ 6 അല്ലെങ്കിൽ 6:30 മണിക്ക് വിളിച്ചാൽ ഉടനെ എണീച്ചോണം. ഞാൻ 5 മിനിറ്റ് കൂടെ എന്ന് പറയുന്ന പ്രശ്നമേ ഇല്ല. ടീച്ചർമാർ വരുമ്പോൾ 8 മണിക്കാണ് ടീച്ചർ വരുന്നത്, അല്ലെങ്കിൽ സാറ് വരുന്നത്. 5 മിനിറ്റ് മുമ്പേ ആ പഠിക്കുന്ന മുറിയിൽ പോയി നമ്മൾ കാത്തിരിക്കണം. പോകുമ്പോൾ എന്തെങ്കിലും ചേർത്തില്ല ഉഴപ്പ് ആണെങ്കിൽ ഉടൻ റിപ്പോർട്ട് പോകും അമ്മയ്ക്ക്. അതിന് വഴക്കും കിട്ടും, അത്യാവശ്യം ചില കുറ്റശിക്ഷകളും കിട്ടും. അങ്ങനെയായിരുന്നു അമ്മ. ആഹാരത്തിനാണെങ്കിലും ഒരു കണക്കുണ്ട്, ഒരു പാത്രം അതിൽ കൊണ്ടുവരും. തീരെ വിശപ്പ് കൂടുതലാണെങ്കിൽ 2-3 തരം മേടിക്കും. പക്ഷെ അല്ലെങ്കിൽ എല്ലാം കണക്കാണ്. അങ്ങനെയായിരുന്നു അമ്മ. കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചവരമ്മ. എല്ലാം അമ്മ എങ്ങും പോവാതെ, വലിയ ട്രാവലൊന്നും ഇല്ലാതെ. അതൊക്കെ ഞങ്ങൾ വലുതായി കഴിഞ്ഞിട്ടാണ് അമ്മയുടെ ട്രാവലിങ്ങും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയത്. അമ്മയുടെ സോഷ്യൽ ലൈഫ്, ഇതൊക്കെ കുട്ടികൾക്ക് ചുറ്റിപ്പറ്റിയായിരുന്നു അമ്മയുടെ ജീവിതം മുഴുവൻ. എന്നാൽ അമ്മയുടെ അമ്മ, എന്റെ അമ്മൂമ്മയുടെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നേടാനുള്ള സാധ്യത കൂടുതലുണ്ട്. അമ്മൂമ്മ, ഇന്ന് ഞങ്ങൾക്ക് ഒരു മാല വേണം. ശരി, ഇന്ന് നിങ്ങൾക്ക് നെയ്യും പരിപ്പം കഴിക്കുന്നവരോട് മാങ്ങ കഴിച്ചാൽ മതി. അമ്മൂമ്മ സമ്മതിക്കും. ഇങ്ങനെ ഈ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ അമ്മൂമ്മ ഇന്നൊരു ദോശ ഇട്ട് തരണം, ഒരു പൂച്ചയുടെ ആകൃതിയില്ല. അപ്പൊ അമ്മൂമ്മ പൂച്ചയുടെ ആകൃതിയില്ല ദോശ ചുട്ട് ഞങ്ങൾക്ക് ചൂടായിട്ട് തരും. അപ്പൊ ഇങ്ങനെ പിന്നെ അമ്മൂമ്മയുടെ സഹോദരിമാരുണ്ടാണ്. ഇവരൊക്കെ ആ അമ്മ സ്ഥാനത്താണ്. ആർക്ക് കൈ ഒഴിയുന്നു അവര് നമ്മളെ പരിപാലിക്കും. കുളിപ്പിക്കാനാണെങ്കിലും, ആഹാരം തരുകയാണെങ്കിലും, കഥ പറയാനാണെങ്കിലും, ഉറക്കാനാണെങ്കിലും, ഏതാണെങ്കിലും ആരാണെന്ന് ഫ്രീ ആയിട്ടുള്ളത് അവര് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോണ്ടും. ഇതുമാരെയാണ് എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ അച്ഛൻ്റെ 4 സഹോദരിമാര് അവരെ അമ്മമാര് എന്നുള്ള ഒറ്റ പദത്തിലാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. കൊച്ചുകുട്ടികൾ തീരെ പച്ചാലിക്കുമ്പോൾ അവർക്ക് ആരാണ് സ്വന്തം അമ്മ എന്ന് പോലും അറിയില്ല. ഈ അമ്മമാര് എല്ലാ കാര്യത്തിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈയൊഴിയുന്നവര് എന്താന്ന് വെച്ചാൽ ചെയ്തു തരും. അങ്ങനെ കൂട്ടുകുടുംബത്തിൽ വളരുന്നതിന്റെ ഒരു വലിയ ശക്തി, ഒരു ഗുണവും അതാണ്. അപ്പൊ അങ്ങനെ ആ അമ്മമാരും ഒക്കെ ഇപ്പൊ ഓർക്കും. അപ്പൊ നിങ്ങളിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയപ്പോൾ നമുക്ക് എന്നും ഓർമ്മയുണ്ടെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് ഓർക്കുന്നു. അവരെവിടെയെങ്കിലും ഇരുന്ന് നമ്മളെ നോക്കി ചിരിക്കുകയായിരിക്കും. മദേഴ്സ് ഡേ കൊണ്ടാണ്. അപ്പൊ ഞങ്ങളെ ബാക്കിയുള്ള ദിവസമൊന്നും വേണ്ടേ ചിലപ്പോൾ ചോദിക്കുകയായിരിക്കും, നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഒക്കെ അമ്മമാരെ പറ്റി നല്ല നല്ല ഓർമ്മകൾ തീർച്ചയായിട്ടും കാണും. ആ അനുഗ്രഹം, ആ മാതൃവാത്സല്യം നമ്മൾ ചിലപ്പോൾ അമ്മമാരെ വേദനിപ്പിച്ച് കാണും. അശ്രദ്ധ, അമ്മമാരെ കാര്യം നോക്കാൻ നേരമില്ലാതിരുന്ന് കാണും, അവരെ അവഗണിച്ച് കാണും. നമ്മൾ കൊച്ചു കൊച്ചു വേദനകൾ അവർക്ക് കൊടുത്ത് കാണും, നിരാശകൾ ഉണ്ടാക്കി കൊടുത്ത് കാണും. ഇതൊക്കെ ആണെങ്കിലും ആ മാതൃവാത്സല്യത്തിന് ഒരു കോട്ടവും തട്ടാതെ ഇതൊക്കെ സഹിച്ച് എന്റെ കുഞ്ഞെന്നെ നോവിപ്പിച്ചാലും എന്റെ ആ വേദന കൊണ്ട് കുഞ്ഞിനൊരു ദോഷം ഉണ്ടാവില്ലേ എന്ന് മാത്രം ആഗ്രഹിച്ചാണ് സാധാരണ അമ്മമാര്, ഭൂരിപക്ഷം അമ്മമാരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഓരോന്നൊക്കെ കാണുന്നു നമ്മൾ ഈ യൂട്യൂബിലും ചാനലുകളിലും ഒക്കെ അമ്മമാര് കുട്ടികളെ ദ്രോഹങ്ങൾ ചെയ്യുന്നത്, അതിഭീകരമായ ദ്രോഹങ്ങൾ ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഒരു കുട്ടിയെ വേണ്ടെങ്കിൽ നമ്മ തൊട്ടില്ല മുതലായ പല സംവിധാനങ്ങളും കൊണ്ട് കൊടുക്കുക. എത്രയോ പേര് ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നു കൈ നീട്ടി.
അപ്പൊ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കൂ, അവര് വളർത്തിക്കോളും അവരുടേതായിട്ട്. ഇതൊക്കെ നമ്മൾ കുറെ വർഷങ്ങൾ ഇങ്ങനെ ജീവിതയാത്രയിൽ സഞ്ചരിക്കുമ്പോൾ, കുറെ വിദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഓർമ്മകളൊക്കെ നമുക്ക് ചിലപ്പോൾ വന്നു പോകും. എന്തായാലും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അമ്മമാരുള്ളവരെ നിങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു, അവരെ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യരുത്. ഓർമ്മിക്കണം, നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കാണിക്കാൻ മടിക്കരുത്. നമ്മൾ പലരും അൺഡെമോൺസ്ട്രേറ്റീവ് ആണ്. എങ്ങനെയാണ് നമുക്ക് ഹൗ ഡു യു ടെൽ എ മദർ ഐ ലവ് യു? യു ഡോണ്ട് ഹാവ് ടു ടെൽ എ മദർ ഐ ലവ് യു, ജസ്റ്റ് ഗിവ് എ ഹഗ്. എന്തെങ്കിലും അമ്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഓർക്കുക, അവർ 10 മിനിറ്റ് പോയിരുന്ന് വർത്തമാനം പറയുക. ഇതൊക്കെ ചെയ്താൽ ആ അമ്മയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും കുറച്ചുകൂടെ സന്തോഷത്തോടുകൂടി, ഇൻസ്റ്റിങ്ക്റ്റീവ് ഹാപ്പിനെസ്സോടുകൂടി നിങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. അതില്ലെങ്കിലും അനുഗ്രഹമേ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവരും. ഓൺ മദേഴ്സ് ഡേ ഐ വാം ഗുഡ് വിഷ് ടു യു. നിങ്ങളൊക്കെ ആളുകളുടെ ജീവിതം ഭേദപ്പെടുത്തുന്ന ആൾക്കാരാണ്. ഒരു കോവിഡ് കാലം മുഴുവനും നിങ്ങളുടെ മരുന്ന് കഴിച്ചാണ് കോവിഡിന്റെ നടുക്കിരുന്നിട്ടും ഞങ്ങൾക്ക് കോവിഡ് വരാതിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ആ കടപ്പാട് ഇന്നും കാണും. നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും ഈ പ്രത്യേക ദിവസത്തിൽ നേരുന്നതിന് എനിക്ക് സന്തോഷവും. നമസ്കാരം. എന്തായാലും വളരെ ചിന്തോദീപകമായ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അത് നമ്മളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ പ്രപഞ്ചത്തിന് മാറ്റം ഉണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു പ്രാർത്ഥിക്കാം. നമുക്ക് ആദരണീയനായ സാറ് പറയുണ്ടായി, എന്റെ അമ്മയെ കുറിച്ച് ഒരു അച്ഛനായി ഞാൻ സംസാരിക്കണമെന്ന്. സാർ പ്ലീസ്. സാറിന് എല്ലാ തമാശയാണ്. സാറെ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്തു. ആ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ചിലപ്പോൾ വേറെ ആർക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എന്റെ അമ്മ അങ്ങനത്തെ അമ്മ ഒന്നൊന്നര അമ്മയായിരുന്നു. അത് സ്നേഹം കൊണ്ടും ലാളിത്യം കൊണ്ടും എല്ലാം ഉൾക്കൊണ്ടൊരു അമ്മ. ഞാൻ എപ്പോഴും അതൊക്കെ ചിന്തിക്കാറുണ്ട്, എൻ്റെ അമ്മയെ പോലെ വേറെ ആർക്കും കിട്ടിക്കാണില്ല. അഹങ്കാരത്തോടെ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. അത്രത്തോളം സ്നേഹമതിയായ ഒരു അമ്മയാണ് എനിക്കുണ്ടായിരുന്നത്. മറ്റൊരു അമ്മമാര് പറയുമ്പോൾ ഞാൻ ഒന്നേ പറയും, എൻ്റെ അമ്മ എത്രയോ 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 ഉന്നതിയിലുള്ള അമ്മയാണെന്ന്. ശരി, എൻ്റെ ഭാര്യ ആദ്യത്തെ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ അടുത്ത് വന്നിട്ട് തലയിൽ കിടത്തിയിരിക്കുക. അവളെ കാലിൽ തൊട്ടിട്ട് കരഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നിനക്ക് ആരുണ്ടാ രാവിലെ ചായ കാച്ചി തരാൻ? ഞാൻ പറഞ്ഞു, ഉമ്മയുണ്ടല്ലോ. എൻ്റെ ഉമ്മയില്ല എനിക്ക്, ഞാൻ പിന്നെ എന്തിനാ പ്രയാസപ്പെടുന്നത്? അമ്മ പിന്നെയും 8 വർഷത്തോളം ജീവിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വിട്ട് പിരിയുന്നത്. എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചൊരു അമ്മയാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു വല്ലാത്തൊരു സ്വഭാവക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു മക്കളും നിൽക്കില്ല. കറങ്ങിച്ചെറിഞ്ഞ് ബാക്കിൽ കൂടെ പോവുള്ളൂ എല്ലാ മക്കളും. ഇളയ മകന് മാത്രമേ മുമ്പിൽ കൂടെ പോകാനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളായിരുന്നു. ഉദ്യോഗസ്ഥരായ മക്കളാണെങ്കിൽ ആരെയാണെങ്കിലും അത് അങ്ങനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരിക്കൽ എൻ്റെ അച്ഛന് ഒരു സിനിമാ പ്രാന്തേക്ക് ഉണ്ടായിരുന്നു. സിനിമ അഭിനയിക്കാനൊക്കെ മദ്രാസിൽ പോയി നിന്നു. തിരിച്ചു 2-3 മാസം വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചു. എനിക്കൊന്ന് 60 ദിവസമൊന്നും ആയിട്ടുള്ളൂ. 4 മാസമായിട്ടുണ്ട് പ്രായം. നല്ല മഴക്കാലമായിരുന്നു. അച്ഛനടുന്ന് ഉപയോഗമൊന്നും ഇല്ലാന്ന് ഒറ്റ കാരണം കൊണ്ട് അപ്പൻ അച്ഛൻ്റെ അച്ഛൻ എൻ്റെ തൊട്ടിലെ അവിടെ നിന്ന് അഴിച്ചിട്ട് മഴ പെയ്യുന്ന പാത്തിയുടെ താഴെ കൊണ്ട് കെട്ടിയിട്ടു. അന്ന് എനിക്ക് ബോധമില്ല, കാരണം എനിക്കറിയില്ല എന്താണ് നടന്നുള്ളത്. അമ്മ പിന്നെയും പല പ്രാവശ്യം പറയുമ്പോഴേ എൻ്റെ കണ്ണ് നനയുമായിരുന്നു. അമ്മ അനുഭവിച്ച പ്രയാസങ്ങൾ, വേദനകളും എല്ലാം. അപ്പം വേറെ ആൾക്കാരും ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും എനിക്ക് ഉണ്ടായിട്ടും എൻ്റെ അമ്മയെ മാത്രമാണെന്നാണ് ചിന്തിക്കുന്നത്. വേറെ ആർക്കും അങ്ങനത്തെ അമ്മയെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പഠിക്കാൻ പോകുമ്പോഴാണെങ്കിലും രാത്രി പരീക്ഷയാണെങ്കിലും രാത്രി ചായയും കാച്ചി എൻ്റെ അടുത്തിരിക്കും. ഞാൻ ചായ കാച്ചി
പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കണ്ണ് മാറിയാൽ ഉടനെ എൻ്റെ വെള്ളം തൊട്ട് എൻ്റെ കണ്ണ് തൊഴും. തൊട്ടിട്ട് പഠിക്കടാ മണ്ണെന്ന് പറയും. ചായ ഇട്ട് തരും. ചായം കുടിച്ച് അമ്മയെ കൂടെ കുറയും. എൻ്റെ കൂടെ ഉറക്കമൊഴിയായിരുന്നു. ഞാൻ SLC ഒക്കെ പഠിക്കുമ്പോഴേ അമ്മ എൻ്റെ കൂടെ ഉറക്കമൊഴിയുമായിരുന്നു. അത്രത്തോളം അമ്മ വിലപ്പെട്ടൊരു അമ്മയായിരുന്നു. അപ്പൊ അമ്മയുടെ സ്മൃതിയിൽ എനിക്ക് ഇന്നും എന്നും ഞാൻ ചിന്തിക്കാറുണ്ട്. എല്ലാ പ്രാവശ്യവും പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. 4 മണിക്ക് ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങൾക്ക്. സുബൈക്ക് 5 മണിക്കൊരു പ്രാർത്ഥനയുണ്ട്. എപ്പോഴൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ അമ്മയെ പറ്റി ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അമ്മയ്ക്ക് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി. സൗഖ്യം വെച്ചാൽ ഉദ്ദേശമല്ല, പരമോന്നതിൽ നേടാൻ പറ്റും. ഞാൻ കോഴിക്കോട് വന്ന്, അമ്മ കോഴിക്കോടാണ് മരിക്കുന്നത്. കോഴിക്കോട് അവിടെയാണ് മറവ് ഇരിക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസം പള്ളി കഴിഞ്ഞാൽ അമ്മയെ കാണാൻ ഞാൻ പോകും. അച്ഛനെ അടക്കം ചെയ്യിക്കുന്ന ആലപ്പുഴയിലായിരുന്നു. അച്ഛനെ അടക്കം ചെയ്തെടുത്ത് പോകാൻ വേണ്ടി വലിയ പ്രയാസമാണ്. കാരണം പോകുമ്പോൾ മാത്രമേ പോകാറുള്ളൂ. പോയാൽ ആലപ്പുഴയിൽ പോയാൽ തീർച്ചയായിട്ടും ഞാൻ പുറകെ പോയി പ്രാർത്ഥിക്കും. അമ്മയുടെ എല്ലാ ദിവസങ്ങളും എല്ലാ വെള്ളിയാഴ്ചയും ഭാര്യയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി കബടങ്ങളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ആദ്യം ഞാൻ പോകുന്ന അമ്മയടുത്താണ്. അമ്മയടുത്ത് പോയി സംസാരം പ്രാർത്ഥിക്കുകയാണ്. ശേഷമാണ് ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി വരുന്നത്. അത്ര ഉത്തമയായ ഒരു സ്ത്രീയായിരുന്നു. ആ സ്മൃതി മതത്തിൽ എനിക്ക് നിന്നും എൻ്റെ വളർച്ചയിലും തളർച്ചയിലും എല്ലാം എന്നോടൊപ്പം ഉണ്ടായിരുന്ന അമ്മ. എൻ്റെ ഇന്നത്തെ സ്ഥിതിക്കുള്ള വളർച്ചയ്ക്കും ഉന്നതിക്കും കാരണക്കാരിയാണ് എൻ്റെ അമ്മ. അതുപോലത്തെ ഭാഗ്യം പലർക്കും കിട്ടിക്കാണും. എന്നാലും ഞാൻ ചിന്തിക്കുന്നത് എനിക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയതാണ്. കൂടുതൽ പറയാൻ എനിക്കത് വാക്കുകൾ മുഴുവിപ്പിക്കാൻ പറ്റില്ല. അമ്മയെ പറ്റി പറയാൻ അതുകൊണ്ട് ആത്മീയ ഞാൻ ആ മതത്തിൽ നിന്നുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി പരലോകത്തിലെ എല്ലാ ശാന്തിയും സമ്മാനവും ഉണ്ടാകട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്. സ്വർഗത്തിലെ എല്ലാ ഉന്നതിയിലും അമ്മയെ കടത്തി വിട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് എനിക്ക്. എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. രാവിലെ 4 മണിക്കൂർ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. അത് ചില ദിവസങ്ങൾ വന്ന് കിട്ടിയില്ലെങ്കിൽ സുബൈ നമസ്കരിക്കായിരിക്കും പ്രാർത്ഥിക്കുക. ഞാൻ ഡെയിലി അത് ഓർക്കാറുണ്ടെന്നുള്ളതാണ് സത്യം. ആ ഓർമ്മയിൽ നിന്നും മാറിപ്പോവില്ല. നിങ്ങൾക്കുമില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അമ്മയാണോ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു അനുഭവം ഉണ്ടാവും. അമ്മയെ വിട്ടുള്ള അനുഭവം വേറെ ആർക്കും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ അനുഭവം ഉണ്ടാകുന്നത്. നമ്മുടെ ഉയർച്ച കാരണം അത് തന്നെയാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴും നമ്മൾ ഇറങ്ങുമ്പോഴും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കാറിൽ കയറുമ്പോഴേ അമ്മ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. എന്താണെന്ന് വെച്ചാൽ വലിയൊരു അപകടം ഉണ്ടാവില്ലേ, ഇല്ല മോനെ സംരക്ഷിക്കണേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്ന അമ്മയാണ് കാണുന്നത്. ഞാൻ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്നെപ്പോലെ ചിന്തിക്കുന്ന എല്ലാവർക്കും അമ്മയുടെ സ്നേഹവും താല്പര്യം കിട്ടിക്കാണും. അമ്മയ്ക്ക് സർവോപരി ഹൃദയത്തിലെ ഏറ്റവും ഉന്നതമായ പദവി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം. വളരെ നന്നായിരുന്നു സാറിന്റെ ആ ഒരു അവതരണം. ഈ പരിപാടി സാർത്ഥകമായി എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. ബൈബിളിൽ പറയാൻ പോലെ നല്ല മരങ്ങളിലെ നല്ല പഴങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ സേട്ട് സാറിന്റെ അമ്മ എന്തായിരുന്നു നോക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. വളരെ നന്ദി സാർ പങ്കെടുത്തതിന്. അടുത്ത നമുക്ക് രമാദേവി ഡോക്ടർ അവസാനം വിളിച്ചാവെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി ഡോക്ടറിലേക്ക് പോകും. ഭാഗ്യലക്ഷ്മി ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? എല്ലാവർക്കും നമസ്കാരം. സാറിന്റെ വർത്തമാനം കേട്ട് ഏകദേശം അതേപോലെ തന്നെ ഉള്ള ഒരു അമ്മയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. എൻ്റെ അമ്മയും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച്, സാറിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ പറ്റിയാണ് കൂടുതലും ചിന്തിച്ചിരുന്നത്. അമ്മയുടെ അവസ്ഥ ഇതുപോലായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടില് പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തമ്പുരാട്ടി പറഞ്ഞ പോലെ ഒരു കൂട്ടുകുടുംബത്തിൽ വളരാനുള്ള യോഗമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്.
എനിക്ക് എൻ്റെ സഹോദരങ്ങളായിട്ട് ഞങ്ങൾ 4 പേരായിരുന്നു. അല്ല സോറി 6 പേര്. 6 പേരിലാണെങ്കിലും ഞങ്ങൾ 2 അമ്മയും 2 അച്ഛനുമായിട്ട് വളർന്നവരാണ്. എൻ്റെ വല്യച്ഛനും വല്യമ്മയ്ക്കും മക്കളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആയിരുന്നു അവരുടെ മക്കൾ. എൻ്റെ അമ്മയും വല്യമ്മയും ഒരേ സ്കൂളിൽ ടീച്ചേഴ്സായിരുന്നു. ഒരേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. പക്ഷെ കുട്ടികളെല്ലാം വല്യമ്മയുടെ മക്കളെന്നുള്ള രീതിയിലാണ് ആകുന്നത്. പക്ഷെ വല്യമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റും വളരെ പഞ്ച്വലും വളരെ എന്താ പറയാ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാറ്റിന ലേഡി ആയിരുന്നു. എല്ലാം പുള്ളിക്കാരിയുടെ അധീനത്തിൽ പിന്നെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഇതാണ്. ഞങ്ങളുടെയൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് വല്യമ്മ. പക്ഷെ ഏത് കാര്യമൊന്നുമല്ല, പിന്നെ ഞങ്ങളുടെ ഡ്രസ്സിങ്ങിലായിട്ട് ഞങ്ങളുടെ അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങൾ, ബാക്കി കാര്യം മുഴുവൻ എൻ്റെ അമ്മയ്ക്കായിരുന്നു. എൻ്റെ അമ്മ ഒരു എൻ്റെ തറവാട് എന്ന് പറയുമ്പം ഒരു വലിയ ഇത്ര ആളുകളും പിന്നെ അതോടൊപ്പം കൃഷിയും പിന്നെ പശുക്കളും എല്ലാം ഒക്കെയുള്ള ഒരു തറവാട്ടിലെ ഏറ്റവും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അമ്മയായിരുന്നു. ജോലിക്കൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ പോലും എൻ്റെ വീടിന്റെ അടുക്കളയൊക്കെ ഇപ്പൊ ഒരു 6 അടുപ്പ് ഒരുമിച്ച് പിന്നെ കത്തിയാണ് ആ വീട്ടിലെ അമ്മയ്ക്ക് രാവിലെ ആ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ 10 പേർക്കൊക്കെ കഞ്ഞിയും ഭക്ഷണങ്ങളും ഉച്ചക്കത്തേക്കുള്ള ചോറും ജോലിക്കാർക്ക് ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് പിന്നെ അടുക്കളയിൽ സഹായിക്കാൻ 1-2 ആളുണ്ടെങ്കിൽ പോലും അതിന്റെ മുഴുവൻ മേൽനോട്ടവും വഹിച്ച് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഇവർക്കൊക്കെ ഉള്ള ആഹാരങ്ങൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 10 മണിയാകുമ്പോൾ കുടിച്ചെങ്കിൽ കുടിച്ചില്ലെങ്കിൽ ഇല്ലാത്ത രീതിയിൽ ഓടിപ്പോയി സ്കൂളിലും ബെല്ലടിക്കുമ്പോഴത്തേക്ക് ഓടി എത്തുന്ന ഒരു അമ്മയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും പറയുന്നു മാതാവ് എന്നുള്ള ഒരു വാക്കിന് അമ്മ ജനനി മാതാവ് എന്നൊക്കെ പറഞ്ഞതിനെ പോലും എനിക്ക് എൻ്റെ അമ്മ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയുടെ പര്യായ പദങ്ങൾ കരുണ, സ്നേഹം, സംരക്ഷണം, ക്ഷമ, ത്യാഗം ഇതൊക്കെയായിരുന്നു. ഇത് ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. ഈ വല്യമ്മയുടെ ഓരോ ദിവസവും എന്തെങ്കിലും കാര്യത്തിന് കുറ്റം പറയാതിരിക്കുകയോ അല്ലെ വഴക്കുണ്ടാക്കാതിരിക്കുകയോ ചെയ്യുന്നതായിരുന്നില്ല എൻ്റെ വല്യമ്മ. അതെല്ലാം വളരെയധികം ക്ഷമയോടുകൂടി, ക്ഷമയുടെ പര്യായം എന്ന് പറഞ്ഞാൽ ഭാരതത്തില്ല, ഭൂമിദേവിയോളം ക്ഷമിച്ച ഒരമ്മയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് പലരും അമ്മയോട് പറയാറുണ്ട്, എന്തിനിങ്ങനെ ക്ഷമിക്കുന്നു, ഒരു അമ്മായിയമ്മ ഇല്ലായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. പക്ഷെ അതിനേക്കാൾ ഇതായിട്ട് വല്യമ്മയുടെ അധീനതയിലായിരുന്നു എൻ്റെ അമ്മയുടെ ജീവിതം. പക്ഷെ അതെല്ലാം ഒരു വാക്ക് പോലും അമ്മ തിരിച്ചു പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഭയങ്കരമായിട്ട് എന്ത് പറഞ്ഞാലും അത് മുഴുവൻ ക്ഷമിച്ച് സഹിക്കുന്ന ഒരു അമ്മയായിരുന്നു എൻ്റെ അമ്മ. അപ്പം അമ്മയിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു പാഠമുണ്ട്. അത് ഞാൻ ഇപ്പോഴും കുട്ടികളോടും പറയാറുണ്ട്. നമ്മൾ അമ്മയോട് ചോദിച്ചാൽ അമ്മ പറയുന്ന ഇതാണ്, നമ്മൾ ഒരു കാര്യം ചെയ്താൽ നമ്മൾ അത് കറക്റ്റായിട്ട് നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ച് നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ അതിൽ ആരെന്ത് കുറ്റം പറഞ്ഞാലും അത് നമ്മൾ എടുക്കരുത്, നമ്മളത് സ്വീകരിക്കരുത്, അത് വിട്ടേക്കൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നന്നായിട്ട് ചെയ്യുക. ഇതാണ് എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ ആദ്യം പഠിച്ച ഒരു പാഠം. അത് നമുക്ക് വലിയൊരു പാഠം തന്നെയാണ്. ഞാനത് ഇപ്പോഴും ഇവിടെ വരുന്ന കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റാനേ പാടില്ല എന്നുള്ള ഒരു വലിയ പാഠമാണ് എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ പഠിച്ചത്. പിന്നെ ഈ ക്ഷമിക്കുന്ന അമ്മ ക്ഷമിച്ചതുകൊണ്ട് വല്യമ്മ ഏകദേശം ഞാൻ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വല്യമ്മ മരിച്ചു. പിന്നെ അതിനുശേഷം അമ്മയുടെ സ്നേഹവും കരുണയും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് അമ്മയിൽ നിന്ന് കിട്ടിയത് അതിനുശേഷമാണ്. അമ്മയ്ക്ക് അതുവരെ ഞങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പോലെയുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അമ്മ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയായിരുന്നു എനിക്ക് എല്ലാം. എല്ലാവർക്കും അത് തന്നെ ആയിരിക്കാം, എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ മുഴുവൻ സപ്പോർട്ടായിട്ട് നിന്ന അമ്മ. ആ അമ്മയാണ് എന്നെ ഞാൻ 2 കാലം ഇപ്പം, അതായത് ഞാൻ ഹോമിയോപ്പതിക്ക് ചേരാനും എന്നെ നിർബന്ധിച്ചത് അമ്മയാണ്. അത് കഴിഞ്ഞ് എനിക്ക് കാലിൻ്റെ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജുകാർ എനിക്ക് ആംപ്യൂട്ടേഷൻ പറഞ്ഞ സ്ഥാനത്ത്
വേണ്ട, നമുക്ക് പോയി പട്ടേൽ സാറിനെ കാണാം. അമ്മ തന്നെ കണ്ടുപിടിച്ചതാണെന്ന് പട്ടേൽ സാറിനെ കണ്ട് ഹോമിയോ മെഡിസിൻ കഴിച്ചു. അതിനുശേഷം എൻ്റെ കാല് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ 2 കാലിലും ഞാനിപ്പോൾ നടക്കുന്നത് നമ്മുടെ ഹോമിയോയുടെ ഗുണം കൊണ്ടാണ്. അതിന് ഏറ്റവും അധികം നിർബന്ധം വിളിച്ചത് അമ്മയാണ്. അമ്മയുടെ ആ ഒരു നിർബന്ധം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ 1.5 കാലിയായിട്ട് നടക്കേണ്ടി വന്നേനെ. അത് മുഴുവൻ അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ ഒരു വാക്ക്, അമ്മയുടെ ഒരു ഇത് ഞാൻ ഇപ്പോഴും മറക്കാതിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷം ഞാൻ ഹോമിയോ കോളേജിൽ ആദ്യം ചേർന്ന ആ ഒരു വർഷം നമ്മുടെ ആരോഗ്യമന്ത്രി ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതില് ആയുർവേദത്തിനെ അലോപ്പതിയൊക്കെ നല്ല രീതിയിൽ പ്രശംസിച്ചു പറഞ്ഞു. ആയുർവേദം പിന്നെ അച്ഛനായിട്ടും അലോപ്പതി അമ്മയായിട്ടും ആണ് മന്ത്രി അതിനെപ്പറ്റി പറഞ്ഞത്. ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ മന്ത്രി അങ്ങനെ ഒരു വാക്ക് പറയുകയും, പക്ഷെ നമ്മുടെ ഹോമിയോപ്പതിയെ പറ്റി യാതൊന്നും പരാമർശിക്കുക ഇരുന്നു. അപ്പൊ ആ അവസരത്തിൽ ആ അമ്മ എനിക്കൊരു കത്ത് എഴുതി അയച്ചു തന്നു. മോളെ, ഇത് നീ പത്രത്തിൽ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട്. ഇങ്ങനെയായിരുന്നു അതിന്റെ വാക്ക്, ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. ജന്മം കൊണ്ട് കുറച്ചു നാളായിട്ടേ ഉള്ളൂ എങ്കിലും മാനവരാശിക്ക് വളരെയധികം ഉപകാരപ്രദമായ ഹോമിയോപ്പതിയെ ഒരു കുഞ്ഞു പെങ്ങളായി കുഞ്ഞു പെങ്ങളായി പരിഗണിക്കണം എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് അപേക്ഷിക്കുന്നു എന്നും പറഞ്ഞ് എഡിറ്റോറിയൽ എഴുതി കൊടുക്കണം എന്നും പറഞ്ഞ അമ്മ ഒരു കത്ത് എനിക്ക് എഴുതി അയച്ചു. ആ കത്ത് ഞാൻ ഇന്നും ഒരു നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഹോമിയോപ്പതിയെ പറ്റി അമ്മയ്ക്ക് അത്രമാത്രം ഒരു ഇതായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മയെ പറ്റി ഓർക്കുമ്പോൾ മിക്കവാറും ഈ സാറ് പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഓർമ്മയിലുണ്ട്. ഞാൻ ഇന്ന് യാദർശ്യമായിട്ട് എനിക്ക് കരുനാഗപ്പള്ളിൻ്റെ വീട് അവിടെയാണ്. അവിടെ പോകേണ്ടി വന്നു. തിരിച്ചു വന്ന വഴിക്ക് ഞാൻ വീട്ടിൽ വേറൊരു സ്ഥലത്ത് പോയത്. തിരിച്ചു വന്ന വഴിക്ക് അമ്മയുടെ അടുത്ത് പോയി ചെന്ന് അമ്മയെ ഒന്ന് വണങ്ങിയിട്ട് തന്നെയാണ് വന്നത്. ഇന്ന് എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യം കിട്ടി മദേഴ്സ് ഡേയില്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് അമ്മയെ പറ്റി പറയാനുള്ളത്. എൻ്റെ അമ്മ നമുക്ക് ഓർത്തു കഴിഞ്ഞാൽ അമ്മയെ പറ്റി ഓർക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ പഴയ വീടും ആ വീട്ടിലെ ആ ഒരു ഇതാണ്. അമ്മ ഒരിക്കൽ പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. രാത്രി കിടന്ന് ഉറങ്ങാൻ പോകുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു 12 മണിയെങ്കിലും ആകും. പിന്നെ വെളുപ്പിനെ വീണ്ടും 4 മണിക്ക് എണീറ്റ് പിന്നെ ചെന്ന് അടുപ്പിൽ ചെന്ന് ചാരം വരാൻ നോക്കുമ്പോ കൈ പൊള്ളും. കൈ കൊണ്ട് എടുക്കാതെ അടുപ്പിലെത്തി അണയാറില്ല. അങ്ങനെ കാര്യങ്ങളുള്ള ഒരു വീട്ടില് സകല കാര്യങ്ങളും ഒരു ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ എല്ലാം ചെയ്തിരുന്ന ഏറ്റവും ത്യാഗമായി, ഏറ്റവും സ്നേഹമയിയായിട്ടുള്ള ഒരു അമ്മയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇനിയും ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ ഈ ഒരു അമ്മയുടെ മോളായിട്ട് തന്നെ ജനിക്കണം എന്നുള്ളതാണ് എൻ്റെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിലും ഒന്നുള്ളത്. അത് എന്താ പറഞ്ഞാൽ അതാണ് എൻ്റെ ഏറ്റവും ജീവിതത്തിലെ വലിയ ആഗ്രഹം എന്ന് ഞാനിപ്പോൾ ഇവിടെ പറയുന്നു. ഏറ്റവും ക്ഷമ ഈ എൻ്റെ വല്യമ്മയുടെ ആ ഒരു വല്യമ്മ ബുദ്ധിമുട്ടിച്ചതിൻ്റെ വെച്ച് നോക്കുമ്പോൾ വേറെ ഒരൊറ്റ സ്ത്രീകളാണെങ്കിലും ആ വീട്ടിൽ താമസിക്കത്തില്ല. എന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ല. എൻ്റെ അച്ഛനും ജോലിയുണ്ട്, അമ്മയ്ക്കും ജോലിയുണ്ട്, വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അമ്മ പറയുന്ന വല്യച്ഛനും വല്യമ്മയ്ക്കും മക്കളില്ല. നമ്മളിപ്പോൾ അവരെ അള്ളി പറിച്ചുകൊണ്ട് പോയാൽ അത് 2 പേർക്കും അത് വലിയൊരു ഇതാണ്. അതുകൊണ്ട് പോട്ടെ, നമ്മൾക്ക് ക്ഷമിക്കാം, സഹിക്കാം. ഈ ഒരു രീതിയിൽ ഏറ്റവും അധികം അമ്മ ഏറ്റവും കൂടുതൽ അമ്മ അവിടെ ക്ഷമിച്ചു നിന്നതിന്റെ ഫലമായിട്ട് ഞങ്ങൾ ഇന്നും ആ തറവാട് അതേപോലെ പോകുന്നു. അമ്മ മരിച്ചു. ഈ മെയ് മാസം 10, ഈ മെയ് മാസം 27-ാം തീയതി ആകുമ്പോൾ എൻ്റെ അമ്മ മരിച്ചിട്ട് 23 വർഷമാകുന്നു. ഈ 23 വർഷമായതിനു ശേഷം ഇത് പറഞ്ഞ പോലെ ഏറ്റവും അധികം അനാഥത്വം ഫീൽ ചെയ്യുന്നത് അമ്മയുടെ ആ മരണത്തിന് ശേഷം. എന്തായാലും അമ്മയെ പറ്റി ഇന്ന് ഓർക്കാൻ, ഇന്ന് നമ്മുടെ ഉദ്ഘാടക പറഞ്ഞതുപോലെ അമ്മയെപ്പറ്റി ഓർക്കുന്നതിന് ഒരു ദിവസം നമുക്ക് ആവശ്യമില്ല. നമ്മുടെ സംസ്കാരത്തിന് അത് യോജിച്ചതുമല്ല. എങ്കിൽ പോലും നമ്മളിങ്ങനെ ഒരു ദിവസമായതുകൊണ്ട് ഇത്രയും കാര്യം പറയാൻ എനിക്കൊരു അവസരം തന്നതിന് IFPHന്റെ എല്ലാവരോടും നന്ദി പ്രവർത്തിക്കുന്നു.
നന്ദി ഡോക്ടറെ. അപ്പൊ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് എങ്ങനെയാണ് ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി ഡോക്ടറായി മാറിയെന്ന് വളരെ വ്യക്തമാണ്. സ്മൃതികൾ, നേളുകൾ, അല്ലെ, തേങ്ങും മനസ്സിൻ മായാതെഴുതിയ കഥകൾ വളരെ ഭംഗിയായിട്ട് അതിനെ അവതരിപ്പിച്ചു. നമ്മുടെ രമാദേവി അമ്പായ ഡോക്ടർ കണ്ണ് തുടയ്ക്കുന്നുണ്ട്. ഡോക്ടറെ പോവാം. രമാദേവി ഡോക്ടറെ, 10-77 വർഷം പുറമോട്ട് പോ ഡോക്ടറെ. 78 വർഷം. ആ എല്ലാവർക്കും നമസ്കാരം. ഇത് ഈ എന്താണ് പാർവതി നമ്മുടെ ഉദ്ഘാടക തമ്പുരാട്ടി പറഞ്ഞ പോലെ ഒരു അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളൊരു ഇതാണ്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് 10 മക്കളുണ്ട്. അതിൽ ഞാൻ 5ാമത്തെ പെണ്ണാണ്. മൂത്ത 4 പെണ്ണാണ്. രണ്ടാമത് എൻ്റെ ചേച്ചിക്കും എനിക്കും തമ്മിൽ 8 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പൊ 8 കൊല്ലം കുട്ടികൾ ഉണ്ടാവാതായിരുന്നു. മണ്ണാറശാലയില് ഉരുളിയൊക്കെ കമത്തി ഒരു ആൺകുട്ടി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിലാണ് അമ്മ ഇത് പ്രാർത്ഥിച്ചത്. പക്ഷെ ഞാൻ പെൺകുട്ടി ആയിപ്പോയി. എന്നാലും 8 വർഷത്തെ ഇതുള്ളതുകൊണ്ട് എൻ്റെ ചേച്ചിമാരും എൻ്റെ വീട്ടിലെ ഭാഗ്യം പറഞ്ഞ പോലെ എൻ്റെ വീടും ഒരു കൂട്ടുകുടുംബമായിരുന്നു. അമ്മയും വല്യമ്മയും മാമനും അമ്മായിയും എല്ലാവരും ഉണ്ടായിരുന്നു ഒരു വീട്. എല്ലാവരും എന്നെ കൊഞ്ചിക്കുമായിരുന്നു, എക്സെപ്റ്റ് എൻ്റെ അമ്മ മാത്രം എന്നെ കൊഞ്ചിക്കാറില്ല. പിന്നെ എന്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് ഇഡലി വേണ്ട, ദോശ മതി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ അമ്മയെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഒരു ലേഡി നിന്നിരുന്നു, ദേവുമ്മ എന്നുണ്ട്. അപ്പൊ ആ ദേവമ്മ പറയും, ഞാൻ ദോശ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ അമ്മ പറയും, വേണ്ട ദേവമ്മ അങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുക്കണ്ട, അവൾ ഇഡലിക്ക് തിന്നണ്ട, ഒരു നേരം പട്ടിണി ഇടുന്നു വിചാരിച്ചിട്ട് അവൾ ചത്തൊന്നും പോവില്ല, അതുകൊണ്ട് ദോശ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ ആരെന്ത് തന്നാലും എനിക്ക് അത് കഴിക്കുന്നില്ല. എൻ്റെ ശാന്തയൊക്കെ പറയും, രമ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാവും, എന്തും എടുത്താലും എനിക്ക് തൃപ്തിയാണെന്ന് പറയും. അങ്ങനെ ആ ഒരു ഇതിൽ എൻ്റെ അമ്മയാണ് അതിനെനിക്ക് അവസരം ഉണ്ടാക്കി തന്നത്. പിന്നെ ഇനി ഒന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെ ഞാൻ എല്ലാ ദിവസവും ഓർക്കും. എല്ലാ ദിവസവും ഓർക്കാന്ന് വെച്ചാല്, ഞാൻ ഇപ്പൊ ഒരു 8 വയസ്സിന്റെ ഇതുകൊണ്ട് ഞാൻ ഇത്തിരി കൊഞ്ചിക്കൊണ്ടാണ് നടന്നിരുന്നത്. അപ്പോ പപ്പടം കാച്ചുമ്പോഴേ, ഞങ്ങളുടെ കൂട്ടുകുടുംബമല്ലേ, ചിലപ്പോ പപ്പടം തികയില്ല. അപ്പൊ ഞങ്ങളുടെ ദേവമ്മ പപ്പടം പകുതിയായിട്ട് കാച്ചും. അച്ഛന് മാത്രം 2 മുഴുവനോടെ കാച്ചു വെക്കും, ബാക്കി എല്ലാവർക്കും പകുതിയായിട്ട് കാച്ചു വെക്കും. അപ്പൊ അങ്ങനെ എനിക്ക് സാധാരണ മുഴുവൻ പപ്പടം കിട്ടാറുണ്ട്. അങ്ങനെ പകുതി പപ്പടം ഒരു ദിവസം തന്നപ്പോ ഞങ്ങൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ദേവമ്മ കൊണ്ടുവന്ന് പകുതി പപ്പടം ഇട്ടു. ഇപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് മുഴുവൻ പപ്പടം വേണമെന്ന് പറഞ്ഞു. അച്ഛൻ വേഗം അച്ഛന്റെ പ്ലേറ്റിൽ നിന്ന് പപ്പടം 2 ഉണ്ടായിരുന്നില്ല, ഒരെണ്ണം എന്റെ പ്ലേറ്റിലേക്ക് ഇട്ട് തന്നു. അപ്പൊ വേഗം അമ്മ പറഞ്ഞു, ഞാൻ പപ്പടം തിന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ അമ്മ പറഞ്ഞു, കുട്ടി തിന്നോളൂ, പക്ഷെ പപ്പടം പൊട്ടിക്കാൻ പാടില്ല എന്ന്, പൊട്ടിക്കാതെ തിന്നോളണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് പപ്പടം പൊട്ടിക്കാൻ പറ്റില്ലല്ലോ. അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ കിട്ടും. അപ്പൊ അതുകൊണ്ട് കുറച്ചേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് പൊട്ടിയ പപ്പടം മതി, പകുതി പപ്പടം മതി എന്ന് പറഞ്ഞു. അതിനുശേഷം എന്നെ എല്ലാവരും പപ്പടം എന്നാ കുറെ നാൾ വിളിച്ചിരുന്നത്. അമ്മയുടെ കസിൻസൊക്കെ, അച്ഛന്റെ കസിൻസൊക്കെ എന്നിട്ട് ചോദിക്കും, ചേട്ടത്തിയമ്മ ഈ കല്യാണത്തിന് വലിയ പപ്പടം ഉണ്ടായിരുന്നു, ചെറിയ പപ്പടം ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചോണ്ട് എന്നെ നോക്കും. അപ്പൊ ഞാൻ എപ്പോഴും ഇരുന്ന് കരയും. അതുകൊണ്ട് ഇന്ന് എപ്പോ പപ്പടം ഉണ്ടാക്കി, ഇന്ന് ഉച്ചയ്ക്ക് പോലും ഞങ്ങൾ ഇവിടെ പപ്പടം കഴിച്ചപ്പോ എൻ്റെ അമ്മയെ ഞാൻ ഓർത്തു. അതുപോലെ തന്നെ അമ്മയാണെങ്കിൽ, പിന്നെ ഞാനാണെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും എന്നെ വളരെ ഞാൻ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് അമ്മയ്ക്ക് അതിലൊക്കെ വലിയ സന്തോഷമായിരുന്നു, സ്കോളർഷിപ്പ് വാങ്ങിക്കുന്നതിലൊക്കെ സന്തോഷമായിരുന്നു. പക്ഷെ എന്നെ ഒരിക്കൽ പോലും അത് പറഞ്ഞ് എന്നെ ഒന്ന് ഇങ്ങനെ കൊഞ്ചിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇതോ അമ്മ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ വേറൊരു അമ്മയുടെ ഏറ്റവും വലിയൊരു ക്രൂരതയാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. അന്നത്തെ കാലത്ത് ജാതിയെ പറ്റി വളരെയധികം ഇതുണ്ടായിരുന്ന സമയത്താണ് ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ചത്. അപ്പോ അന്ന് അത് കഴിഞ്ഞിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വീട്ടിൽ കയറ്റിയത്. ഈ 8 കൊല്ലവും എൻ്റെ അമ്മയും അച്ഛനും ഒരു ഫംഗ്ഷനും പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അത് അവിടെ കൊണ്ടാണ് എൻ്റെ അമ്മയും അച്ഛനും എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അമ്മ ഇപ്പൊ ഭാഗ്യം പറഞ്ഞ പോലെ എൻ്റെ ജൂലൈ 28-ാം തീയതി എൻ്റെ അമ്മ മരിച്ചിട്ട് 40 കൊല്ലം കഴിയുക. അപ്പോ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു, മാസീവ് അറ്റാക്ക് ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ തന്നെ കുടുംബ ഡോക്ടറായ KMK ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയിരുന്നത്. അപ്പൊ ഞാൻ പനമ്പള്ളിയൂരിൽ താമസിക്കുക.
അപ്പൊ ഞാൻ ദിവസവും രാത്രി ആകുമ്പോൾ അവിടെ ചെല്ലും, ഹോസ്പിറ്റലിൽ ചെല്ലും. പകലൊക്കെ എനിക്ക് പേഷ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞും രാത്രി ചെല്ലും, ചേട്ടൻ കൊണ്ടാക്കും. അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ആയതുകൊണ്ട് എന്നെ ICUയിൽ കിടക്കാൻ സമ്മതിക്കുമായിരുന്നു. ഇപ്പൊ ആദ്യത്തെ മാസീവ് അറ്റാക്ക് ആയിരുന്നു. അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു ഒരു 3 to 5 ഡേയ്സിൽ കൂടുതൽ അമ്മ ജീവിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ചെന്ന് നമ്മുടെ മരുന്ന് കൊടുക്കുമായിരുന്നു. അവിടെ നിന്ന് അത് കഴിഞ്ഞ അവസാനം രണ്ടാമത്തെ അറ്റാക്ക് വന്നത് ശരിക്കും അറിഞ്ഞില്ല. പക്ഷെ മൂന്നാമത്തെ അറ്റാക്ക് വരുന്ന ദിവസം ഞാൻ അമ്മയുടെ അടുത്തുണ്ട്. ആ സമയത്ത് അമ്മ എന്നോട് ചോദിച്ചു, റൈസ് ട്യൂബും ഇതൊക്കെ ഇട്ടൊക്കെയാണല്ലോ, അപ്പൊ വെള്ളം കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു എനിക്ക് ദാഹിക്കണു, ഇത്തിരി വെള്ളം തരാൻ പറഞ്ഞു. അപ്പൊ അവിടെ അമ്പലത്തിൽ നിന്ന് വെച്ച പുണ്യാഹം ഉണ്ടായിരുന്നു. ആ പുണ്യാഹം ഞാനൊരു ഇത് തുളസി ഇല കൊണ്ട് ഇങ്ങനെ കൂട്ടി ചുണ്ടിൽ ഇങ്ങനെ ഇറ്റിച്ചു കൊടുത്തോണ്ടിരുന്നു. അപ്പൊ അമ്മ നല്ല സുന്ദരിയാണ്, നല്ല ഇഷ്ടം പോലെ മുടിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആ മുടിയെല്ലാം നല്ലോണം 2 പുറം ഒക്കെ കെട്ടി മുഖമൊക്കെ നല്ലോണം പാസ്മുഖമൊക്കെ തൊടിയിച്ചിട്ട് പറഞ്ഞു, ഇനി മിടുക്കത്തിയ സുന്ദരി കുട്ടിയായിട്ട് കിടന്നോളൂ കേട്ടോ, ഇനി വെള്ളമൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇത്തിരി മുടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു ഇത്തിരി മുടി രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ആ പ്ലേറ്റ് അങ്ങോട്ട് ആ മേശപ്പുറത്തേക്ക് വെക്കാൻ നേരത്തെ മൂന്നാമത് ഇനി ചോദിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പൊ അമ്മ എന്നെ ഒന്ന് തോണ്ടി, അതായത് അമ്മയ്ക്ക് പിന്നെയും ദാഹം. അപ്പൊ ഞാൻ എടാ കള്ള, പിന്നെയും വെള്ളം വേണോ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ മൂന്നാമത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തു. അമ്മ പെട്ടെന്ന് മോളേന്ന് വിളിച്ച വഴിയേരം അമ്മയെ എൻ്റെ കയ്യിലേക്ക് താങ്ങിയെടുത്തു. ആ സമയത്ത് ഞാൻ പറഞ്ഞു ഒന്നുമില്ല അമ്മയ്ക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അമ്മ എന്ന് പറയലും അമ്മയുടെ ജീവൻ പോയി. അപ്പൊ എൻ്റെ ചേച്ചിയും എൻ്റെ ചേട്ടന്മാരും എല്ലാരും പറയുമായിരുന്നു, മോളെ നിന്നോട് അമ്മ ക്ഷമിച്ചു എന്നുള്ളതിൻ്റെയാണ് ഞങ്ങൾ ഈ 10 മക്കളുണ്ടായിട്ടും നിന്റെ കൈ കിടന്ന് നമ്മുടെ അമ്മ മരിച്ചത്. അതുകൊണ്ട് നീ സങ്കടപ്പെടണ്ട, നമ്മുടെ അമ്മ നിന്നോട് ക്ഷമിച്ചിട്ടുണ്ട് എന്ന് പറയും. എന്താ പറയാ, പിന്നെ എന്താ പറയാ, അത്രേ ഉള്ളൂ. എനിക്ക് പറയാൻ പറ്റണില്ല മനോജ. ഓക്കെ ഡോക്ടറെ. ജാതസ്യ ധ്രുവോ മിത്തിർ ധ്രുവം ജന്മ മൃതസ്യ തസ്മാത് അപരിഹാര്യേർത്തെ നദം ചോദിമർഹതി. ജനിച്ചവർക്ക് മരണമുണ്ട്, മരിച്ചവർക്ക് ജന്മമുണ്ട്, അതുകൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവത്ഗീത വചനം. അബ്ദുൽ സലാം സാറിനെ വിളിക്കാം. സാറേ, നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ആണ് സലാം സാറേ, ഉണ്ടോ? വെരി വെരി സ്പെഷ്യൽ ആണ് സാർ, പ്ലീസ്. നമ്മുടെ മാതൃദിനം എല്ലാവർക്കും മാതാക്കളെ പറ്റി പറയാനുണ്ട്. എനിക്ക് മാതാവ് കുറച്ച് നേരത്തെ മരിച്ചുപോയി, അവർ ഈ ലോകം വിട്ടുപോയി. അതുപോലെ തന്നെ അതിന് പകരമായി നമുക്ക് ലോകത്ത് ഒരുപാട് അമ്മമാര് ഉണ്ട്. ആ അമ്മമാരൊക്കെ നമ്മൾ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഇനി വരും തലമുറകൾക്കും അമ്മമാരോടും മാത്രമല്ല അച്ഛന്മാരോടും ആ മാതൃപിത ആ ബന്ധങ്ങളും അതെല്ലാം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അമ്മമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ പ്രത്യേകത്തില്. അതുപോലെ എല്ലാവർക്കും വേണ്ടിയിട്ടും താങ്ക്സ്. നമുക്ക് എല്ലാവരെയും ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതെ, വൃത്തസാധനങ്ങൾ എണ്ണം കുറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ നന്നായിട്ട് സാർ, നന്ദി. ആരെങ്കിലും അമ്മയെ അനുസ്മരിക്കാൻ വേണ്ടി ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ശാലുരാജൻ എന്ത് പറയും? ഡോക്ടർ വരുമ്പോഴേക്കും ഞാനൊരു കാര്യം പറയട്ടെ. പിന്നെ പറയണം, തീർച്ചയായിട്ടും. ഞാനിപ്പോ വിചാരിക്കുന്നത് അമ്പാടിയമ്മയും ഭാഗ്യലക്ഷ്മി മാഡവും സേട്ട് സാറും അബ്ദുൽ സലാം സാറും ഒക്കെ പറഞ്ഞ് അവരൊക്കെ വിഷമിക്കുന്ന അല്ലെങ്കിൽ കരയുന്നു ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ എത്ര ഭാഗ്യവതിയാണ്. ആണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും ഇന്നും ഉണ്ട്. ഈ കഴിഞ്ഞ മെയ് 1 എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ മക്കളും ഒത്തുകൂടിയും അച്ഛനും അമ്മയായിട്ട് ആ ദിവസം ചെലവഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. എത്രാം വാർഷികം? 50, 60, എത്രയായി? 62ാം വാർഷികം. ആ, ശരി. ഗിന്നസ് റെക്കോർഡിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. പക്ഷെ രണ്ടുപേർക്കും വലിയ കുഴപ്പമൊന്നുമില്ല, കിടപ്പൊന്നുമല്ല.
ആ അച്ഛന് ഈ ഇപ്പൊ ഒരു മാസം മുമ്പ് ഒരു ഇപ്പോഴും വണ്ടിയൊക്കെ ഷോർട്ട് ഡിസ്റ്റൻസിൽ അച്ഛൻ ഓടിക്കും. അമ്മയും കിടപ്പല്ല. അമ്മയ്ക്കാണ് ഇത്തിരൂടെ അവശതകളൊക്കെ ഉള്ളത്. എങ്കിലും അമ്മയും നടക്കുകയും ആഹാരം കഴിക്കുകയും അത്യാവശ്യം പുറത്ത് വരികയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. തീരെ അവശതയിൽ കിടപ്പൊന്നുമല്ല. എൻ്റെ അമ്മ ഒരു മലയാള അധ്യാപികയായിരുന്നു. ഇനി ഇപ്പൊ എനിക്കത് പറയാ അല്ല, എങ്ങനെ അമ്മയെ ഓർക്കുന്നു ഇപ്പൊ പറയാമോന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. എൻ്റെ അമ്മയ്ക്കും അങ്ങനെ ഒരു ഇങ്ങനെ സ്നേഹം ഉള്ളിൽ ഒരുപാടുള്ള അമ്മയാണ്. അച്ഛന് കുറച്ച് ഭയങ്കര നിർബന്ധ ബുദ്ധികളൊക്കെ ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് ഈ ഒത്തിരി ലാവിഷായിട്ട് അങ്ങനെയൊന്നും അമ്മ അങ്ങനെ അച്ഛനെ ഒളിച്ചാണ് ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നതും എല്ലാം. പിന്നെ അമ്മയുടെ ഒത്താശയോടെ രഹസ്യമായിട്ട് ഞങ്ങള് എൻ്റെ വല്യമ്മേരെ മോളെ കൂടെ സിനിമയ്ക്കൊക്കെ പോകും. അച്ഛൻ അറിഞ്ഞാൽ അടിക്കും. അമ്മ ചെറുതായിട്ടൊക്കെ നമ്മളെ ഭക്തകുചേല, ശ്രീമുരുകൻ, അങ്ങനെയൊക്കെ ഒത്തിരി എൻ്റെ ബാല്യകാലത്തിലുള്ള സിനിമകളൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് അച്ഛൻ അറിഞ്ഞാൽ വിടൂല. അമ്മ അങ്ങനെയുള്ള സൗജന്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ അമ്മ ടീച്ചറായിരുന്നു. ചില ദുരനുഭവങ്ങളും ഉണ്ട്. ഞാൻ എപ്പോഴും ഈ മുടിയൊന്നും കെട്ടാതെ അഴിച്ചൊക്കെ ഇട്ടുകൊണ്ട് നടക്കും. അപ്പോഴും ഒരു ദിവസം അമ്മ എന്നെ ക്ലാസ് ടീച്ചർ അങ്ങനെയൊന്നും ആയിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷെ ഒരു ദിവസം ടീച്ചറില്ലാതെ ക്ലാസ്സിൽ വരാനിടയായി. അപ്പോഴും ഇതുപോലെ മുടി അഴിച്ചു ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ എന്നെ ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ഇറക്കി വിട്ടു. പുറത്തു പോയി കെട്ടിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ചില അനുഭവങ്ങള്, രസാവഹമായ അനുഭവങ്ങളും ഉണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ ഇപ്പൊ ഓർക്കുകയാണ്. പിന്നെ അത് ഓക്കെ. കൂടാതെ ആ ഓക്കെ ഓക്കെ സാർ, ഓക്കെ മാഡം ഡോക്ടർ. രമാദേവി ഡോക്ടർ പറയാനുണ്ട്. ഡോക്ടറെ പറയാമോ? ആ എന്റെ എന്റെ അമ്മ, ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു അഗ്രിമണി പോലെയായിരുന്നു. അമ്മ എത്ര ദുഃഖം ഉണ്ടെങ്കിലും അമ്മ അത് ആരോടും കാണിക്കില്ല. വളരെ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ കൂടിയേ പെരുമാറുള്ളൂ. അമ്മയുടെ ഒരു ഇത് ഞാൻ കണ്ടത്, എന്റെ നേരെ താഴെയുള്ള അനിയന് ഊളയില്ല. ഈ ഈ അവൻ അതുകൊണ്ട് സംസാരിക്കുന്നത് ശരിക്കും സംസാരിക്കില്ല. പാലൊക്കെ കുടിക്കുമ്പോ അന്നൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് സർജറി ചെയ്ത് അത് ശരിയാക്കി. അപ്പൊ ഞാൻ എൻ്റെ ഓർമ്മ, അമ്മ ഒരിക്കലും ഇങ്ങനെ ഒരു ദുഃഖിച്ചോ അല്ലെങ്കിൽ എപ്പോഴും നല്ല സന്തോഷവതിയായിട്ടാണ് നടക്കണേ. പക്ഷെ ഒരു ദിവസം ഞാൻ രാത്രി ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ, അന്ന് എനിക്കൊരു 8-9 വയസ്സ് ഒക്കെ ഉണ്ട്. ആ സമയത്ത് അമ്മ എൻ്റെ അനിയന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ കരയണു. അത് അമ്മ കരയുന്ന ഞാൻ ആദ്യമായിട്ട്, വേണമെങ്കിൽ പറയാം അവസാനമായിട്ടും കണ്ടത് അന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അമ്മ അന്ന് അങ്ങ് കരയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ എനിക്കൊരു ഓർമ്മയുള്ളത്, ഞങ്ങളുടെ അടുത്തൊരു ഡോബി താമസിക്കുന്നുണ്ട്. അവർക്ക് 5-8 പിള്ളേരുണ്ട്. കൊച്ചു 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 പിള്ളേരാ. ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ അവര് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോ അമ്മ ഒരു ദിവസം അമ്മ ചോദിച്ചു, അച്ഛനോട് ചോദിക്കാണ്, അത് എന്റെ ഓർമ്മയിൽ വരുന്നതാണ്, ആ ഡോബിയുടെ ഉമ്മയ്ക്ക് 2 നാളികേരം കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ ചിരിച്ചോണ്ട് പറഞ്ഞു, കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ചോദിച്ചു, എന്താ ചിരിക്കണേന്ന് ചോദിച്ചപ്പോ പറയാണ്, അറിഞ്ഞോണ്ട് 2, അറിയാതെ എത്രയാ അച്ചു കൊടുക്കണേന്ന്. അപ്പൊ അമ്മ പറയാ, ഞാൻ 8 എടുത്തു വച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു. അതാണ് എൻ്റെ അമ്മ. ഞാൻ എപ്പോഴും വിചാരിക്കും അമ്മയുടെ ആ അഗ്രിമണിയായിട്ടുള്ള സ്വഭാവമാണ് എനിക്കും. ഞാൻ എൻ്റെ ദുഃഖം വേറൊരാളെ അറിയിക്കാം. ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ എൻ്റെ ദുഃഖം മറ്റുള്ളവരെ അറിയിക്കുന്നത് വളരെ റെയറായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു സ്വഭാവമാണ്. ഓക്കെ. അപ്പൊ അറിയിക്കാൻ ദുഃഖങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സനേഷ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാം. വളരെ നല്ല ഒരു സെഷനാണ് ഇന്ന് നമ്മൾ അമ്മമാർക്ക് വേണ്ടി എല്ലാവരും ഓർമ്മ ദിനം എന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ എൻ്റെ അമ്മയെ കുറിച്ച് പറയാനാണെങ്കിൽ, അമ്മ ഒരു അത്ഭുതമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അമ്മ പണ്ട് നേഴ്സായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയുടെ ജീവിതം രാവിലെ ഞങ്ങൾ 5 ആൺമക്കളാണ്. അപ്പം 5 ആൺമക്കളാണെങ്കിലും പണ്ട് കാലത്തെ നഴ്സുമാരെന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോവുക എന്നതിലുപരി രാത്രി തന്നെ മിക്കവാറും മിക്കവാറും വീടുകളിലായിരുന്നു പ്രസവം. അപ്പൊ അങ്ങനെ വീടുകളിൽ പ്രസവം എടുക്കാൻ പോകണം. ഇത് കഴിഞ്ഞ് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് അന്ന് നമ്മുടെ വീട്ടിലൊന്നും ഗ്യാസോ കുക്കറോ ഒന്നുമില്ല. അപ്പം സർവൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും അവർ വരുന്ന വളരെ താമസിച്ചായിരിക്കും. അപ്പൊ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങളുടെയൊക്കെ കുളത്തിൽ നിന്നാണ് വെള്ളം എടുത്ത് കല്ലിൽ അരച്ച് കറിയൊക്കെ വെച്ച് രാവിലെ 7 മണിക്ക് കുളിച്ചു ചാടി ഉറങ്ങി ഓടി ബസ്സിലായിരിക്കും മിക്കവാറും പോകേണ്ടി വരുന്നത്. അന്നത്തെ ബസ് എന്നൊക്കെ പറയുന്നത് ചില സമയങ്ങളിൽ മാത്രമേ കാണുള്ളൂ.
അങ്ങനെ രാവിലെ ഇറങ്ങി ഓടി അതിൽ പോയിട്ട് തിരിച്ച് വൈകിട്ട് 7-7:30 വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി അച്ഛനൊക്കെ അത്താഴം കഴിക്കുമ്പോൾ 11 മണിയാവും. 10 മണിയൊക്കെ ആവും. അപ്പം അമ്മ കിടക്കുമ്പോൾ തന്നെ 11 മണിയാവും. അപ്പം ജീവിതത്തിൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ജോലി ഒരു അമ്മയും കൂടെ ആയിരുന്നു. അതാണ് അതിൽ ഏറ്റവും പ്രധാനം. അപ്പൊ ഞങ്ങളുടെ പ്രസവം എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഒരു വയസ്സ് 1.5 വയസ്സ് ഗ്യാപ്പിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അമ്മയ്ക്ക് പാലക്കാടിനാണ് ട്രാൻസ്ഫർ ആയത്. ആലപ്പുഴയിൽ നിന്ന് പാലക്കാട് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ പോയി വരണമെങ്കിൽ തന്നെ ഒരു ദിവസം എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് പ്രസവാവധിയൊന്നും ഇന്നത്തെ പോലെ ഇല്ല. 58-ാം ദിവസം എന്നെ എൻ്റെ അമ്മായിയുടെ വീട്ടിലാക്കി. അവിടുന്ന് അമ്മ എന്നെ ആക്കിയിട്ട് പോന്നു. അപ്പൊ അമ്മായിക്ക് എന്നെ ഒരു 6 മാസം പ്രായമുള്ള ഒരു മോനുണ്ടായിരുന്നു. അമ്മായി പറഞ്ഞു ഞാൻ നോക്കിക്കോളാം. അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ അമ്മായി ആയിരുന്നു പിന്നെ എൻ്റെ അമ്മ. അപ്പൊ അമ്മായിയുടെ പാല് ഞാൻ കുടിക്കും. അമ്മായിയുടെ മോൻ കൈ വിരൽ ചീമ്പി കിടക്കും. ഇതായിരുന്നു നമ്മുടെ ബാല്യം. അതൊരു 5 വയസ്സോളം തുടർന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ ഓർമ്മിക്കുന്നത് ഇങ്ങനെ അമ്മ വല്ലപ്പോഴും എന്നെ കാണാൻ വരുമ്പോഴാണ്. അപ്പം അതിനുശേഷം പിന്നീടാണ് 5 വയസ്സിന് ശേഷമാണ് ഞാൻ തിരിച്ച് മുഹമ്മയിൽ എത്തുന്നതും വീട്ടിലെത്തുന്നതും. വീട്ടിൽ വന്ന് അവിടെ നിന്ന് പിന്നെ സഹോദരങ്ങളോടൊപ്പം വളരുന്നതും മറ്റുള്ള ആൾക്കാരുമായിട്ട് അപ്പൊ അന്നൊക്കെ അമ്മയുടെ കഷ്ടപ്പാട് അന്ന് മുതൽ ഞാൻ കാണുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും നാള് ഒരു മകൻ എന്നെ മാത്രമേ ഇത്രയും മാറ്റി നിർത്തേണ്ടി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഒക്കെയാണ്. പക്ഷെ അമ്മ ഈ ജീവിതത്തെ ഇടയ്ക്കിനിടയിൽ നമ്മളെ ഒന്ന് താലോലിക്കാനോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നേരമില്ല. അപ്പം അമ്മ അരയ്ക്കുന്ന സമയത്തോ ഒക്കെ ഞാൻ അടുത്ത് പോയി നിൽക്കും, എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അങ്ങനെയുള്ള സംസാരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും അമ്മ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യും. അമ്മ ചെയ്യുന്ന കണ്ട് ഞങ്ങളെല്ലാവരും എക്സ്പെർട്ട് കുക്കുകളായി മാറി. ആൺകുട്ടികളാകുമ്പോൾ അങ്ങനെയുള്ള സവിശേഷതകൾ സാധാരണ കുറവാണ്. പക്ഷെ എല്ലാവരും അങ്ങനെയാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ അടവുകളും അമ്മയിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്തു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും ഈ IFBSന്റെ കാര്യങ്ങളും 24 മണിക്കൂറും ചെയ്യുന്നതിനും നമുക്ക് തടസ്സം വരാത്തത്. അപ്പൊ അമ്മയിൽ നിന്ന് കിട്ടിയ അമ്മയുടെ ഒരു സ്നേഹവും അതുപോലെ തന്നെ നമ്മൾ ഡോക്ടർ ആവണമെന്നുള്ളൊരു പ്രേരണ തന്നെ ഉണ്ടായത് ഈ അമ്മയുടെ കൂടെയുള്ള സഹവാസം. അമ്മയുടെ നമുക്ക് വല്ലപ്പോഴും ആണ്ടിലൊക്കെ ഒരു പനിയായിരിക്കും വരുന്നത്. അപ്പൊ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടർമാർ നമ്മളെ അവരുടെ മക്കളെ പോലെ കാണുകയും നമ്മളെ കൂടുതൽ എൻകറേജ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പം ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ചെല്ലുമ്പോഴൊരു പേന തരികയും അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഈ ഡോക്ടറെ പോലെ ആവണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ തോന്നുന്നതും അങ്ങനെയാണ്. ഇതൊക്കെയാണ് അമ്മയെക്കുറിച്ച് ചുരുക്കത്തിൽ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചെറിയ ഓക്കെ ഡോക്ടർ, തീർച്ചയായിട്ടും അത് IFBHന്റെ മുതൽക്കൂട്ടായിട്ട് മാറി. എല്ലാം ഈശ്വരന്റെ കളിയെന്നേ പറയാൻ പറ്റുള്ളൂ, ഒന്നും പറയാനില്ല. ഗണേഷ് ഡോക്ടറെ പോലെ ആളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റൂല ഈ IFBHന്റെ ഓരോ ദിവസത്തെ പരിപാടി നടന്നു പോകുന്നതിന്. നമുക്കപ്പോൾ പരിപാടി അവസാന സമയമായി വരുന്നു. ഡോക്ടർ അജിനി ഓർമ്മകൾ പങ്കുവെക്കാനും നന്ദി പറയാനായിട്ട് ഡോക്ടർ അജിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ അജിനി പ്ലീസ്. താങ്ക് യു. ഓർമ്മകൾ പങ്കുവെക്കുകയാണെങ്കിൽ എൻ്റെ മമ്മി ഭയങ്കര ഒരു ബോൾഡ് ലേഡി ആയിരുന്നു. അന്ന് 50കളില് സൈക്കിൾ ചവിട്ടി സ്കൂളിൽ പോയ അതായത് എനിക്ക് തോന്നുന്നു ഈ അമ്പലപ്പുഴയില് അമ്പലപ്പുഴയിലെന്നല്ല, സ്ത്രീകളുടെ ഇടയിൽ സൈക്കിൾ ചവിട്ടി അന്ന് പോയ ഒരേ ഒരാളാണ്. പിന്നെ അതുപോലെ ആദ്യമായിട്ട് പലതും ചെയ്ത, ആദ്യമായിട്ട് ഫ്രോക്ക് ഇട്ടത്, ആദ്യമായിട്ട് ചെരുപ്പിട്ടത്, ആദ്യമായിട്ട് പിന്നെന്താ 10th കംപ്ലീറ്റ് ചെയ്ത ഒരു മുസ്ലിം ലേഡി. 10th അല്ല, മമ്മി ഡോക്ടറായിരുന്നു. എന്നാൽ അന്നേ സമയത്ത് 10th വരെ പോലും എല്ലാവരും 5th ആകുമ്പോൾ പഠിത്തമൊക്കെ നിർത്തും. അങ്ങനെ മമ്മിയും 5th ആയപ്പോ പഠിത്തം നിർത്തി. അപ്പം പഠിത്തം നിർത്തിയെന്നല്ല, മമ്മിയുടെ ഫാദറിന് പഠിപ്പിക്കണം എന്നായിരുന്നു. പക്ഷെ നാട്ടുകാരൊക്കെ അങ്ങനെ കുറച്ച് മുതിർന്നതിന് ശേഷം പെൺകുട്ടികളെ ഇനി സ്കൂളിൽ വിടണ്ടെന്ന് പറയും. അങ്ങനെ ടീച്ചേഴ്സ് വന്ന് സ്കൂളിൽ, ആ ടീച്ചറിന്റെ 2 ടീച്ചേഴ്സ് ഉണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ അവരെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് പേര് മറന്നുപോയി. അവര് വന്ന് വിളിച്ചോണ്ട് പോവുകയും പിന്നെ ഒരിക്കൽ മമ്മി ഇതുപോലെ പെൻഷൻ മേടിക്കാൻ പോയപ്പോ ആ ടീച്ചർ മമ്മി ഇങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കൈ പുണർന്ന് ചോദിച്ചു. അവിടെ ട്രഷറിൽ ഇങ്ങനെ നിന്നപ്പോ മമ്മി പറഞ്ഞു, സാറാണ് സത്യത്തിൽ ഇപ്പൊ ഈ പെൻഷൻ ഞാൻ മേടിക്കാൻ, ഞാൻ 5th പഠിത്തം നിർത്തിയ എനിക്ക് എന്നെ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഫോഴ്സ് ചെയ്ത് വിളിച്ചോണ്ട് പോയതാണ്. അപ്പൊ ആ ടീച്ചേഴ്സ് അങ്ങനെ കൊണ്ടുപോവുകയും
പിന്നെ എല്ലാ സ്ഥലത്തും ഭയങ്കര ബോൾഡ് ലേഡി ആയിരുന്നു. ഇവരൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെ പുന്നാരിക്കോ കൊഞ്ചിക്കോ ഒക്കെ ചെയ്തിട്ടുള്ളത് എന്നെ മാത്രമാണ് ഇച്ചിരിയെങ്കിലും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും ഇളയ ആളായതുകൊണ്ട്. ആ, ആ, പറയുന്നേ ആ, ഇപ്പൊ ഈ ലാസ്റ്റ് എന്റെ മമ്മി മരിച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഈ ലാസ്റ്റ് ആണെങ്കിലും ഞാനൊരു മടിച്ചിയാ സത്യത്തിൽ, നിങ്ങളോടൊക്കെ ഇങ്ങനെ വലിയ വർത്താനൊക്കെ പറയുന്നെങ്കിലും. അപ്പോ ഇവിടെ അമ്പലപ്പുഴ ഗോപകുമാർ സാറിന്റെ വൈഫ് പുള്ളിയെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് എനിക്കൊരു ചാൻസ് തന്നു അവരുടെ ബുക്കിൽ ഒരു ചാപ്റ്റർ എഴുതാനും. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു എഴുതി. അപ്പൊ മമ്മി എന്നോട് എപ്പോഴും ചോദിക്കും, നീ എഴുതിയോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും, എനിക്കങ്ങ് വയ്യ മമ്മി, ഇപ്പൊ ഇരുന്ന് പെട്ടെന്നൊന്നും എഴുതാൻ പറ്റില്ല. ഉടനെ മമ്മിക്ക് ദേഷ്യം വന്നിട്ട് ഞാനത് എഴുതാത്തതിൽ മമ്മിക്കുള്ള ദേഷ്യം മമ്മി അങ്ങോട്ട് എഴുതി അമ്പലപ്പുഴ ഗോപകുമാർ സാറിനെ പറ്റി. ഞാൻ പറഞ്ഞേ, മനുഷ്യന് എഴുതണമെന്ന് തോന്നുമ്പോഴല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ, അല്ലാതെ എനിക്ക് എഴുതാൻ പറ്റില്ല, പോ മമ്മി എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി അങ്ങ് എഴുതി. അപ്പൊ എനിക്ക് തോന്നി പുള്ളിക്കാരി എന്നോട് പ്രതികരിക്കുവാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബുക്കിൽ എഴുതി. അതുപോലെ ശിവഗിരി ആശ്രമത്തിൽ എനിക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാനിങ്ങനെ പോകാൻ മടിച്ചു. അപ്പൊ മമ്മി, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിനെ വിളിച്ചിട്ട് നിങ്ങൾ പോകുമ്പോ അവളെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെ നിർബന്ധിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ മമ്മി മരിച്ചതിന് ശേഷമാണ് ആ ബുക്ക് പബ്ലിഷ് ചെയ്തത്. സത്യത്തിൽ ഞാൻ വലിയ മമ്മിയുടെ നിർബന്ധത്തിനാണ് അത് എഴുതിയത്. അപ്പോഴും ഞാൻ ഓർക്കും, മമ്മി ബോൾഡായിരുന്നു. അതുപോലെ തന്നെ നമ്മളെപ്പോഴും അങ്ങനെ എന്താ പറയുന്ന, നമ്മള് എല്ലാത്തിന്റെയും മുമ്പിൽ നിൽക്കണം എന്ന് മമ്മി ആഗ്രഹിക്കാം. അതിനുവേണ്ടി മമ്മി ചിലപ്പോൾ പിണങ്ങും. എനിക്ക് എന്തുകൊണ്ട് പറ്റത്തില്ല, നീ എന്തുകൊണ്ട് എഴുതുന്നില്ല, അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഇനി ഒരുപാട് പറയാൻ എല്ലാവരും പറഞ്ഞു. എല്ലാവർക്കും എല്ലാവരുടെയും അമ്മമാര് ഏറ്റവും വലുതാണ്. നമുക്ക് ഇപ്പൊ പ്രൊഫറ്റ് മുഹമ്മദിന്റെ അടുത്ത് ഒരാൾ ചോദിക്കും, നമ്മള് ഏറ്റവും വലിയ സ്വർഗം എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അദ്ദേഹത്തിനോട് പ്രൊഫറ്റ് മുഹമ്മദ് മറുപടി പറഞ്ഞത് നിന്റെ അമ്മയുടെ കാലിന്റെ കീഴിലാണ് എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ വീണ്ടും അദ്ദേഹം ചോദിക്കും, അപ്പോഴും പറയും അമ്മയുടെ കാലിന്റെ കീഴിലാണെന്ന്. വീണ്ടും ചോദിക്കുമ്പോൾ പറയാം അമ്മയുടെ കാലിന്റെ കീഴിലാണെന്ന്. നാലാമത് മാത്രമാണ് അദ്ദേഹം പറയുന്നത് അച്ഛൻ എന്ന്. കാരണം അത്രയും മാത്രം ഒരാളുടെ ജീവിതത്തിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നത് അമ്മയ്ക്കാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അച്ഛനെയാണ് കേട്ടോ. ഞാൻ മാതൃദിനമാണെങ്കിലും അമ്മയാണ് ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്തതും. അച്ഛൻ ചെറുതിലെ മരിച്ചുപോയതാണ്. എന്നാലും എനിക്കിഷ്ടം അച്ഛനെയാണെങ്കിലും ഈ മാതൃദിനത്തിൽ എൻ്റെ ബോൾഡായ അമ്മ, മനോജ് ഡോക്ടർ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ധൈര്യം എനിക്ക് കാണുന്നെങ്കിൽ ആ ധൈര്യത്തിന് അവകാശം മമ്മി തന്നെയാണ്. ശരി, ഞാൻ കോട്ട് ഓഫ് താങ്ക്സ്. നമുക്ക് പ്രാർത്ഥന ചൊല്ലിത്തന്ന, അപ്പം ഈ പ്രോഗ്രാമിൽ ഇന്ന് പങ്കെടുക്കുകയും അനുഭവങ്ങൾ പങ്കുവെച്ചുകയും കാണികളായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു. ഇതൊരു സ്പെഷ്യൽ പ്രോഗ്രാം ആക്കി മനോജ് ഡോക്ടർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുകയും ചെയ്തതിന് ഞാൻ മനോജ് ഡോക്ടറോട് ആദ്യം നന്ദി പറയുന്നു. കാരണം ശൈല ഡോക്ടർ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒരു എന്താണ് ദിവസം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ മനോജ് ഡോക്ടർ അത് ചിന്തിക്കുകയും അത് ആസൂത്രണം ചെയ്യുകയും അത് പ്രോഗ്രാം ആക്കി മാറ്റുകയും ചെയ്യും. ആദ്യമായിട്ട് നമുക്ക് പ്രാർത്ഥന ചൊല്ലിത്തന്ന ഡോക്ടർ വിനിതയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. നല്ലൊരു പ്രാർത്ഥനയോടുകൂടി നല്ലൊരു സന്തോഷത്തോടു കൂടി ഇത് തുടങ്ങാൻ സാധിച്ചതിന്. പിന്നെ നമുക്ക് സ്വാഗതം തരികയും സ്വാഗതം ചെയ്യുകയും എന്നും നമ്മളുടെ മലയാളം മോഡറേഷന് റെഡിയായിരിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ശൈലയ്ക്കും ഞാൻ താങ്ക്സ് പറയുകയാണ്. പിന്നെ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത പൂയം തിരുനാൾ ഗൗരിബായി തമ്പുരാട്ടി, നമുക്ക് ഇതിനു മുമ്പ് തന്നെയും ഒരുപാട് പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ഇന്ന് വരാൻ സാധിച്ചില്ലെങ്കിലും വീഡിയോ മെസ്സേജ് അയച്ച് നമ്മളോടൊപ്പം ഉണ്ട് എന്ന് എന്നും കാണിക്കുകയും, ഇത്രയും വലിയൊരു രാജകുടുംബത്തിൽ നിന്ന് വന്നെങ്കിലും ആ അഹങ്കാരമൊന്നുമില്ലാത്ത, അഹങ്കാരം തീരെ തട്ടാത്ത തമ്പുരാട്ടിയും ഞാൻ അങ്ങേയറ്റം സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. പിന്നെ ഇവിടെ അമ്മയെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവച്ച ഡോക്ടർ ഇസ്മായിൽ സേഠ് സാർ, നമ്മുടെ സാരഥി, അദ്ദേഹത്തിനോട് അങ്ങേയറ്റം നന്ദി പറയുന്നു. അദ്ദേഹത്തിനോട് ഇന്നത്തെ പ്രോഗ്രാമിന് മാത്രമല്ല ഞങ്ങളെയൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, അമ്മയുടെ വാത്സല്യത്തോടു കൂടി ഡയറക്റ്റ് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഹോമിയോപ്പതി സ്നേഹിയായ, നമ്മളോടൊപ്പം ഈ പറഞ്ഞതുപോലെ എന്നും നമുക്ക് സപ്പോർട്ടായി നിൽക്കുന്ന അബ്ദുൽ സലാം സാറിനോടും
ഹോമിയോപ്പതി സ്നേഹിയായ ഫരീദ് ബാബ ഖാൻ സാറിനോടും പിന്നെ നമ്മുടെ സെലിബ്രിറ്റി ഡോക്ടറായ ഡോക്ടർ ഭാഗ്യലക്ഷ്മി. കാരണം നമ്മളിങ്ങനെ സെലിബ്രിറ്റി കോച്ച് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ സെലിബ്രിറ്റികളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മി ഡോക്ടർ. ഇങ്ങനെയുള്ള വിശിഷ്ട അതിഥികളെയൊക്കെ നമുക്ക് കൊണ്ടുവരികയും ഇങ്ങനെ സെലിബ്രിറ്റിയായി ക്ഷമാപൂർവം എല്ലാം കേട്ട് നിൽക്കുകയും ചെയ്യുന്ന ഡോക്ടർ ഭാഗ്യലക്ഷ്മിക്ക് നന്ദി പറയുന്നു. പിന്നെ ഒരുപാട് അമ്മമാർക്ക് ജന്മം കൊടുത്ത ഡോക്ടർ രമാദേവി അമ്പാടി അമ്മയ്ക്കും നന്ദി പറയുകയാണ്. പിന്നെ ഈ സൂമിൽ നമ്മളുടെ കൂട്ടത്തില് ചേർന്ന എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും പിന്നെ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത മനോജ് ഡോക്ടർക്കും എന്നും പ്രോഗ്രാം നടത്താൻ ഓടി നടക്കുന്ന ധനേഷ് ഡോക്ടർക്കും മറിയാമ്മ ഡോക്ടർ ശൈല ഡോക്ടറോടൊപ്പം എന്നും മലയാളത്തിലുണ്ടാവുന്ന മറിയാമ്മ ഡോക്ടർക്കും മറ്റെല്ലാവർക്കും ശാലു രാജൻ, ഷഫീഖ് ഡോക്ടർ, നമ്മളെന്നും നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ഞാൻ എന്റെ നന്ദി പറച്ചിൽ ഇവിടെ നിർത്തുവാണ്. ഇനി ചൊവ്വാഴ്ച ലോക നേഴ്സസ് ദിനമാണ്. അത് അതെ, അന്ന് നല്ലൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. വിശിഷ്ട വ്യക്തികൾ പലരും പങ്കെടുക്കുന്നുണ്ട്. പരമാവധി പേർ പങ്കെടുക്കുക. നാളെ ഇതേ സമയം വീണ്ടും കാണാൻ പ്രത്യാശയോടെ ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം. മനോജേ, ഓ സാറേ, ഒന്നുകൂടെ പറഞ്ഞേ. ലോക നേഴ്സസ് ദിനം ചൊവ്വാഴ്ച. നേഴ്സ് അതെ, ഡോക്ടർ കഴിഞ്ഞപ്പോ നേഴ്സ് ആണല്ലോ. അതെ, ചൊവ്വാഴ്ച അങ്ങനെ പ്രോഗ്രാം വെച്ചിട്ടുണ്ട് സാർ. സാറും തീർച്ചയായിട്ടും പങ്കെടുക്കണം. ശരി. താങ്ക് യു. ഓക്കെ മനോജ്.